ഹായ് മക്കളെ, എല്ലാവരും സ്റ്റഡി ടേബിളിലേക്ക് വരി. സ്റ്റഡി ടേബിൾ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് വൈദ്യുത രസതന്ത്രം എന്ന് പറയുന്ന 5th ചാപ്റ്റർ. ആ 5th ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, മുൻ വർഷങ്ങളിൽ പലതവണയായി ചോദിച്ചിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ ഇനി പരീക്ഷയ്ക്ക് വന്നാൽ കൃത്യമായി തെറ്റിക്കാതെ, യാതൊരു സംശയവുമില്ലാതെ ആൻസർ ചെയ്യാൻ കഴിയണം. ആ രൂപത്തിൽ ക്ലാസ് പെന്നും ബുക്കെല്ലാം എടുത്ത് വരിക. എന്നിട്ട് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിച്ച് പരീക്ഷയ്ക്ക് പോയിട്ട് അടിപൊളിയാക്കുക. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കണേ. CuSO4 ലായനി എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ലായനി. ഏതൊരു കോമ്പൗണ്ടും SO4 അവസാനിച്ചാൽ നമ്മൾ അതിനെ സൾഫേറ്റ് എന്ന വായിക്കുക. അല്ല മക്കളെ, ഏതൊരു കോമ്പൗണ്ടും NO3 അവസാനിച്ചാൽ നമ്മൾ അതിനെ നൈട്രേറ്റ് എന്നാണ് വിളിക്കുക. അല്ലെ, ഇതിന് മുമ്പിൽ AG ചേർത്താൽ AgNO3, സിൽവർ നൈട്രേറ്റ്. SO4 എന്ന് പറഞ്ഞാൽ സൾഫേറ്റ്, അതിന് മുമ്പിൽ Cu ആണെങ്കിൽ Cu, കോപ്പർ സൾഫേറ്റ്. അതിന് മുമ്പിൽ Zn ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ്. അല്ലെ, എന്തായാലും ഇവിടെ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ നമ്മൾ Zn ദണ്ട് അല്പസമയം ഇട്ട് വെക്കുകയാണ്. എന്താ ചെയ്തിട്ടുള്ളത്? ഒരു ബീക്കർ ഉണ്ട് മക്കളെ. ആ ബീക്കറിൽ എന്തെടുത്തു? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ ഈ ബീക്കറിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഈ ബീക്കറിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്തത്? ഈ ബീക്കറിൽ ഒരു സിങ്ക് ദണ്ട് നമ്മൾ ഇതിൽ മുക്കി വെക്കുകയാണ്. ഈ ബീക്കറിൽ ഒരു സിങ്ക് ദണ്ട് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് അങ്ങോട്ട് ചോദിക്കണ ചോദ്യം എന്താ? ഈ സിങ്ക് ദണ്ടിന്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുക? കുറച്ച് സമയം കഴിഞ്ഞാൽ ഈ മുക്കി വെച്ചിട്ടുള്ള ഈ സിങ്ക് ദണ്ട് മക്കളെ, ഈ മുക്കി വെച്ചിട്ടുള്ള ഈ സിങ്ക് ദണ്ടിന്റെ അതിന്റെ ഉപരിതലത്തിൽ, അതിന്റെ സർഫസിൽ എന്ത് മാറ്റം വരിക? നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ആദേശരാസ പ്രവർത്തനം. എങ്ങനെ? റിയാക്ടിവിറ്റി, ക്രിയാശീലം കൂടിയ ഒരു ലോഹം അതിനേക്കാൾ ക്രിയാശീലം കുറഞ്ഞ മറ്റൊരു ലോഹത്തിന്റെ ലായനിയിൽ മുക്കി വെച്ചാൽ ക്രിയാശീലം കൂടിയ ലോഹം എന്ത് ചെയ്യും? ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിന്റെ ലായനിയിൽ നിന്നും ആദേശം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടെ സിങ്ക് എന്ന ലോഹമുണ്ട്, അത് ഡിപ്പ് ചെയ്ത് മുക്കി വെച്ചിട്ടുള്ളത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അല്ലെ, കോപ്പർ സൾഫേറ്റ് ലായനി. അതിൽ കോപ്പർ എന്ന ലോഹമുണ്ട്. ഇതിൽ ആർക്കാ മക്കളെ റിയാക്റ്റീവ് കൂടുതൽ, ക്രിയാശീലം കൂടുതൽ ആർക്കാ? സിങ്കിനാണ്. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? ഈ സിങ്ക് എന്ത് ചെയ്യുന്ന അറിയോ? അതിനേക്കാൾ ക്രിയാശീലം കുറഞ്ഞ കോപ്പറിനെ ആദേശം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ലായനിയിൽ Cu2+ അയോണുകൾ ഉണ്ട്, അല്ലെ. ആ Cu2+ അയോണുകൾക്ക് നിരോക്സീകരണം സംഭവിച്ച്, അഥവാ അവ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് അവ കോപ്പർ ആറ്റമായിട്ട് ഈ സിങ്കിന്റെ പുറത്ത് വന്നിങ്ങനെ പറ്റിപ്പിടിക്കും. ഈ സിങ്കിന്റെ പുറത്ത് വന്ന് ആര് പറ്റിപ്പിടിക്കണം മക്കളെ? സിങ്കിന്റെ പുറത്ത് വന്നിട്ട് ഈ പറഞ്ഞ കോപ്പർ പറ്റിപ്പിടിക്കാണ്. അപ്പൊ സിങ്ക് എന്ന ലോഹത്തിന്റെ ദണ്ടിന് പ്രത്യേകിച്ച് ഒരു കളറൊന്നുമില്ല. എന്നാൽ ആ സിങ്കിന് പുറത്ത് കോപ്പർ വന്ന് പറ്റിപ്പിടിച്ചാൽ, ഇപ്പൊ നമ്മള് കണ്ടില്ലേ, നമ്മൾ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കണ വയറില്ലേ മക്കളെ, അതിൻ്റെ ഉള്ളിൽ കോപ്പറിന്റെ ചെമ്പ് കമ്പിയല്ലേ അതിൻ്റെ ഉള്ളിലുള്ളത്. ചെമ്പ് കമ്പിന്റെ കളർ എന്താ? നമുക്ക് വേണമെങ്കിൽ തവിട്ട് നിറം എന്ന് പറയാം, അല്ലെങ്കിൽ ചുവപ്പ് നിറം എന്നൊക്കെ പറയാം, അല്ലെ. അപ്പോ ഈ സിങ്ക് ദണ്ടിന്റെ പുറത്ത് കോപ്പർ എന്ന ആറ്റം വന്ന് പറ്റി പിടിച്ചു കഴിഞ്ഞാൽ, അല്പസമയം കഴിഞ്ഞാൽ സിങ്ക് ദണ്ട് എന്ത് കളർ മാറ്റം വരും മക്കളെ? ഈ സിങ്ക് ദണ്ട് അത് തവിട്ട് നിറമായി മാറുന്നു. അതിന്റെ ഉപരിതലം തവിട്ട് നിറമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് അടുത്ത് കേട്ടോ. അപ്പൊ സിങ്ക് ദണ്ടിന് വന്ന നിറമാറ്റം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് കോപ്പർ സൾഫേറ്റ് ലായനി, CuSO4 ലായനി, കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം എന്ന് പറഞ്ഞാൽ നീല നിറമാണ്. പഠിച്ചിട്ടുണ്ട് CuSO4 അഥവാ കോപ്പർ സൾഫേറ്റ് ലായനി. ഈ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ഏത് അയോണുണ്ട് മക്കളെ? ഇതിൽ Cu2+ അയോണുകൾ ഉണ്ട്. ഏതുണ്ട്? Cu2+ അയോണുകൾ എന്ന് പറയുന്ന അയോണുകൾ ഇതിലുണ്ട്, അല്ലെ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഡി ബ്ലോക്ക് മൂലകങ്ങൾ, അല്ലെ. ആ സംക്രമണ മൂലകങ്ങൾ, ഡി ബ്ലോക്ക് മൂലകങ്ങൾ, അവയുടെ അയോണുകളാണ് അവയുടെ സംയുക്തങ്ങൾക്ക് നിറമുണ്ടാവാൻ കാരണം. അപ്പൊ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ ആരുണ്ട്? കോപ്പർ അയോണുകൾ ഉണ്ട്. ഈ കോപ്പർ സൾഫേറ്റ് ലായനിക്ക് നീല നിറം കൊടുത്തിരുന്നത് അതിലുള്ള Cu2+ അയോണുകളായിരുന്നു ഈ ലായനിക്ക് നീല നിറം കൊടുത്തിരുന്നത്. മക്കളെ, ഈ ലായനിയിൽ ഉണ്ടായിരുന്ന Cu2+ അഥവാ ലായനിക്ക് നീല നിറം കൊടുത്തിരുന്ന Cu2+ അയോണുകൾക്കാണ് നിരോക്സീകരണം സംഭവിച്ച് അവര് കോപ്പർ ആറ്റമായിട്ട് ഈ ലായനിയിൽ ഇങ്ങനെ അവര് പോവാണ്. ലായനിയുള്ള കോപ്പർ അയോണുകൾ മക്കളെ എവിടേക്ക് പോവേടാ? ഈ സിങ്കിന്റെ പുറത്തു പോയി പറ്റി പിടിക്കാണ്. അപ്പൊ ലായനിക്ക് നീല നിറം കൊടുത്തിരുന്ന കോപ്പർ അയോണുകളല്ലേ ഇപ്പോൾ കോപ്പർ ആറ്റമായിട്ട് സിങ്കിന്റെ പുറത്ത് പറ്റി പിടിച്ചത്. അപ്പൊ ഈ ലായനിയുള്ള കോപ്പർ അയോണിന്റെ അളവ് കുറഞ്ഞു വരില്ലേ? അപ്പൊ ലായനിയിലെ കോപ്പർ അയോണുകളുടെ ഗാഢത
ലായനിയിലെ കോപ്പർ അയോണുകളുടെ അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം മങ്ങി വരുന്നത്. ഓക്കെ ആണല്ലോ. എന്തേ പറ്റിയത്? ലായനിക്കാരൻ നീല നിറം കൊടുത്തിരുന്നത് ലായനിയിലുള്ള Cu2+ അയോണുകൾ. അവർക്ക് ഇപ്പൊ എന്ത് പറ്റി? അവരിപ്പോ ആറ്റമായിട്ട് മാറി സിങ്കിനെ പുറത്തു വന്ന് പറ്റി പിടിച്ചു അല്ലെ? ആ കോപ്പർ അയോൺ ആറ്റായി മാറുകയാണ്. അപ്പൊ അയോണുകൾ ആവുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? അവർ നിറം കൊടുക്കുള്ളൂ. ആ നിറം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ കയറി പോണ് സിങ്കിനെ പുറത്തു പോയി പറ്റി പിടിക്കുകയാണ്. അതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറം മങ്ങുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എന്താ അടുത്ത ചോദ്യം? ബോക്സിൽ ഏതാനും ചില ആൾക്കാർ നൽകിയിട്ടുണ്ട്. നോക്കൂ, സിങ്ക്, മഗ്നീഷ്യം, കോപ്പർ. ഓക്കെ, കോപ്പർ സൾഫേറ്റ് ലായനി, മഗ്നീഷ്യം സൾഫേറ്റ് ലായനി, സിങ്ക് സൾഫേറ്റ് ലായനി, സാൾട്ട് ബിഡ്സ്. മക്കളെ, നമുക്കറിയാം ഒരു ഗാൽവനിക് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗാൽവനിക് സെല്ല് നിർമ്മിക്കാൻ 2 ഇലക്ട്രോഡുകൾ വേണം. എന്താണ് ഒരു ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ? ഒരു ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ, ഒരു ലോഹത്തിന്റെ ദണ്ട്, ആ ലോഹത്തിന്റെ തന്നെ ലവണ ലായനിയിൽ മുക്കി വെച്ചാലാണ് ഒരു ഇലക്ട്രോഡ് ആവുക. അപ്പൊ നമുക്ക് സിങ്ക് ഇലക്ട്രോഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, സിങ്ക് ഇലക്ട്രോഡ് ഉണ്ടാക്കണമെങ്കിൽ സിങ്കിനെ എന്ത് ചെയ്യണം? സിങ്കിന്റെ തന്നെ ലായനി മുക്കി വെക്കണം. മക്കളെ, സിങ്കിന്റെ ലായനി ഇതവിടെ ZnSO4 ലായനി, ഇത് സിങ്കിന്റെ ലായനി അല്ലേ? അപ്പോ സിങ്ക് ദണ്ട് സിങ്ക് സൾഫേറ്റ് ലായനി മുക്കിയാൽ അത് സിങ്ക് ഇലക്ട്രോഡ് ആയിട്ടോ. then അടുത്തത് ഇവിടെ മഗ്നീഷ്യം എന്ന ലോഹത്തിന്റെ ദണ്ടുണ്ട്, ഇവിടെ മഗ്നീഷ്യം സൾഫേറ്റ് ലായനി ഉണ്ട്. അപ്പൊ മഗ്നീഷ്യം എന്ന ഈ ലോഹത്തിന്റെ ദണ്ട് മഗ്നീഷ്യം സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് മഗ്നീഷ്യം ഇലക്ട്രോഡ് ആയില്ലേ? യെസ്, അപ്പൊ മഗ്നീഷ്യം ഇലക്ട്രോഡ് ഉണ്ട്. കോപ്പർ ഇവിടെ ഉണ്ട്, അതിനെ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ അത് കോപ്പർ ഇലക്ട്രോഡ് ആയില്ലേ? മക്കളെ, നമുക്ക് ഈ ബോക്സ് ഉള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് 3 ഇലക്ട്രോഡ് ഉണ്ടാക്കാം. ഏതൊക്കെ ഇലക്ട്രോഡ്? നമുക്ക് മഗ്നീഷ്യം ഇലക്ട്രോഡ് ഉണ്ടാക്കാം, സിങ്ക് ഇലക്ട്രോഡ് ഉണ്ടാക്കാം, കോപ്പർ ഇലക്ട്രോഡ് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ 3 ഇലക്ട്രോഡ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോവേണേ. ഇവ ഉപയോഗിച്ച് എത്ര ഗാൽവനിക് സെല്ലുകൾ നിർമ്മിക്കാം? അപ്പൊ നോക്കി, നമുക്ക് ഈ മഗ്നീഷ്യവും കോപ്പറും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാൽവനിക് സെൽ ഉണ്ടാക്കിക്കൂടെ? എ എന്ന ഒരു ഗാൽവനിക് സെൽ ഉണ്ടാക്കിക്കൂടെ? അതേപോലെ തന്നെ മഗ്നീഷ്യവും സിങ്കും ഉപയോഗിച്ചുകൊണ്ട് അടുത്തൊരു ഗാൽവനിക് സെൽ ഉണ്ടാക്കിക്കൂടെ? ഇനി കോപ്പറും സിങ്കും ഉപയോഗിച്ചുകൊണ്ട് അടുത്തൊരു ഗാൽവനിക് സെൽ ഉണ്ടാക്കിക്കൂടെ? ഇനി വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ സാധ്യമാണോ? ഇല്ല. അപ്പൊ ഇവിടെ ഈ 3 രീതിയിൽ കേട്ടോ, മഗ്നീഷ്യവും കോപ്പറും ഉപയോഗിച്ച് നമുക്കൊരു ഗാൽവനിക് സെൽ ഉണ്ടാക്കാം, മഗ്നീഷ്യവും സിങ്കും ഉപയോഗിച്ച് ഗാൽവനിക് സെൽ ഉണ്ടാക്കാം, സിങ്കും കോപ്പർ. അപ്പൊ നമുക്ക് ഈ 3 ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് ആ 3 വ്യത്യസ്തങ്ങളായ ഗാൽവനിക് സെല്ലുകൾ നമുക്ക് നിർമ്മിക്കാം. ഇനി ഈ ഗാൽവാനിക് സെല്ലുകളിൽ ഏതിലാണ് വോൾട്ടേജ് മൂല്യം ഏറ്റവും കൂടുതൽ? നിങ്ങളുടെ 3 ഗാൽവാനിക് സെല്ലുകൾ ഉണ്ടാക്കിയ മക്കളെ, ആ 3 ഗാൽവാനിക് സെല്ലുകളിൽ ഏതിലാണ് വോൾട്ടേജ് മൂല്യം ഏറ്റവും കൂടുതൽ? എടാ, ഇങ്ങനെ നമുക്ക് കുറെ ഇലക്ട്രോഡുകൾ ഇങ്ങനെ തന്നിട്ട്, ഒരുപാട് വ്യത്യസ്തങ്ങളായ ഇലക്ട്രോഡുകൾ തന്നിട്ട്, ഇതില് നിങ്ങൾ ഏതെങ്കിലും 2 ഇലക്ട്രോഡുകൾ എടുത്തോളി. ആ 2 ഇലക്ട്രോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഗാൽവാനിക് സെൽ ഉണ്ടാക്കുമ്പോൾ കണ്ടീഷൻ അതായിരിക്കണം ഏറ്റവും കൂടുതൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എടുത്താൽ മതി? ക്രിയാശീലം ഏറ്റവും കൂടിയ ലോഹത്തിന്റെ ഇലക്ട്രോഡ് എടുക്കുക. ആ കൂട്ടത്തിൽ നിന്ന് ആർക്കാണോ ക്രിയാശീലം ഏറ്റവും കൂടുതൽ നോക്കുക, എന്നിട്ട് അവരെ തിരഞ്ഞെടുക്കുക. അതേപോലെ ആ കൂട്ടത്തിൽ ക്രിയാശീലം ഏറ്റവും കുറവാരാ നോക്കുക, അവരെ എടുക്കുക. മനസ്സിലായോ? അപ്പൊ ക്രിയാശീലം ഏറ്റവും, ഇവിടെ ഇപ്പോ മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ 3 ആൾക്കാരുണ്ടല്ലോ. ഈ മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ ഇലക്ട്രോഡിൽ ആർക്കാണ് റിയാക്ടിവിറ്റി, ക്രിയാശീലം ഏറ്റവും കൂടുതലാരാ? അത് മഗ്നീഷ്യത്തിനാണ്. ഈ കൂട്ടത്തിൽ ക്രിയാശീലം ഏറ്റവും കുറവായിരിക്കാം, അത് കോപ്പറിനാണ്. ആണല്ലോ. അപ്പോ ഇവരെ രണ്ടാളും ചേർത്തുകൊണ്ട് മഗ്നീഷ്യം ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാൽവാനിക് സെല്ല് നിർമ്മിക്കുകയാണെങ്കിൽ ആ സെല്ലിനായിരിക്കും ഏറ്റവും ഉയർന്ന വോൾട്ടേജ് കിട്ടുക. തെറ്റിക്കരുത്, ആ ഒരു കണ്ടീഷൻ ഉള്ളൂ. ക്രിയാശീലം ഏറ്റവും കൂടിയ ഇലക്ട്രോഡും ക്രിയാശീലം ഏറ്റവും കുറഞ്ഞ ഇലക്ട്രോഡും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗാൽവാനിക് സെല്ല് നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉയർന്ന വോൾട്ടേജ് മൂല്യം ലഭിക്കും. സി ചോദ്യത്തിലേക്ക് പോവുകയാണെ. വോൾട്ടേജ് മൂല്യം ഏറ്റവും കൂടുതലുള്ള ഗാൽവാനിക് സെൽ അഥവാ മഗ്നീഷ്യവും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിച്ച ഗാൽവാനിക് സെൽ കേട്ടോ. അതിലെ ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം എഴുതുക. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആ സെല്ലിൽ നടക്കുന്ന ഓക്സീകരണത്തിന്റെ സമവാക്യം എന്ന് ചോദിക്കാം. രണ്ടും സെയിം ആണ് അല്ലെ? കാരണം ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം തന്നെയാണ് എന്ത്? ഓക്സീകരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മോട് ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഈ സെല്ലിൽ നടക്കുന്ന ഓക്സീകരണത്തിന്റെ സമവാക്യം എഴുതാൻ പറയാം. രണ്ടായാലും നമുക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ. എങ്ങനെ എഴുതണം? അതായത് ആർക്കാണോ ക്രിയാശീലം കൂടുതൽ അവരാണ് ആന. ആന മീൻസ് ആന എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുള്ള ഒരു ജീവിയല്ല മക്കളെ. അപ്പൊ ആന ശക്തിയുള്ള ജീവി എന്ന് പറഞ്ഞ മാതിരി എപ്പോഴും ക്രിയാശീലം കൂടിയ ആളായിരിക്കും ആനോട്. ആനക്ക് ശക്തി കൂടുതലെന്ന് പറഞ്ഞ മാതിരി എന്താ പറയാ, ക്രിയാശീലം ഏറ്റവും കൂടിയ ആളാണ് ആനോട്. ആനോഡിൽ എന്താ നടക്കുക?
ഓക്സീകരണം, ഓക്സീകരണമാണ്. ആന ഓടുന്നു, ഓടുന്നു പറയുമ്പോൾ ആന ചാടോ ഇല്ല, ആന ഓടേ ചെയ്യുക അല്ലെ. അതെന്തിനാണ് പറഞ്ഞറിയോ? ഓടുന്നു എന്ന് പറയുമ്പോൾ ഓക്സീകരണവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ആനോഡിൽ ഓക്സീകരണമാണ് നടക്കുക. ഇനി അടുത്ത സംശയം, ഓക്സീകരണം എന്ന ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണോ അതല്ല സ്വീകരിക്കലാണോ എന്ന് സംശയം ഉണ്ടെങ്കിൽ, ഞാനിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഓടിപ്പോണെങ്കിൽ എന്നെ ഇവിടെ ഒരു കയർ ഉപയോഗിച്ച് ഇവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓടിപ്പോകാൻ പറ്റുമോ മക്കളെ? ഇല്ല, എന്നെ വിട്ടു തരണം അല്ലെ, എന്നെ വിടണം. എന്നെ ഇവിടുന്ന് വിട്ടാലേ റിലീസ് ചെയ്താലേ എനിക്ക് ഓടിപ്പോകാൻ പറ്റുള്ളൂ. അപ്പോ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഓടിപ്പോകലാണ്. ഓക്സിജൻ ഇലക്ട്രോൺ ഓടിപ്പോകലാണ്, വിട്ടുകൊടുക്കലാണ്. അപ്പൊ ആനോഡ് എന്ന് പറയുമ്പോൾ ക്രിയാശീലം കൂടിയ ആള്, ആനോഡിൽ ഓക്സീകരണമാണ് നടക്കുക. ഓക്സീകരണം എന്ന് പറയുന്ന ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണ്. ഇത് ഈ കണക്ഷൻ ഉപയോഗിച്ച് പഠിക്കട്ടെ. ആന ഓടുന്നു എന്നുള്ള കണക്ഷനിലൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന, മാറിപ്പോകരുത്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഒരുപാട് സമയം ഇരുന്ന് പഠിച്ചെങ്കിലും ചോദ്യ പേപ്പർ കാണുമ്പോഴും കുഴപ്പമില്ല, ആദ്യ ഒരു തവണ ചോദ്യം വായിക്കുമ്പോഴും പ്രശ്നമില്ല. പക്ഷെ എങ്ങനെ ആ ചോദ്യത്തിലേക്ക് എഴുതി എത്തുമ്പോൾ ആനോട് ക്രിയാശീലം കൂടിയതാണോ കുറവാണോ, അല്ലെങ്കിൽ ഓക്സീകരണം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കലാണോ സ്വീകരിക്കലാണോ, അല്ലെ ആനോഡിൽ ഓക്സീകരണമാണോ നിരോക്സീകരണം, അങ്ങനെ സംശയം ആ എഴുതണ നേരത്തെ വരും. അത് വരാതിരിക്കാനാണ് പലപ്പോഴും എന്ത് ചെയ്യുക, കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുക. എത്ര നീ എന്താ പറയുക, എന്ത് ചീത്ത കോഡാനും കുഴപ്പമില്ല, കോഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കാനുള്ള സാധനമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പൊ ആനോഡിൽ ഓക്സീകരണം. ക്രിയാശീലം കൂടിയത് മഗ്നീഷ്യം മക്കളെ. അപ്പൊ മഗ്നീഷ്യത്തിന് ഓക്സീകരണം നടക്കുന്ന സമവാക്യമാണ്. ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രക്രിയയാണ്. വിട്ടുകൊടുക്കുമ്പോൾ ചാർജ് ഇല്ലാതെ തുടങ്ങുക, വേഗം ഗീവ്സ്. മഗ്നീഷ്യം വാലൻസി രണ്ടുള്ളവരാണ്, ഓക്സിജൻസ് രണ്ടുള്ളവരാണ്. മീൻസ് അവർ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. മക്കളെ മഗ്നീഷ്യത്തിന്റെ കയ്യിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയിട്ടോ, അപ്പൊ മഗ്നീഷ്യം എന്താവും? Mg2+ ആയി മാറും. എന്തായി മാറും മക്കളെ? Mg2+ ആയി മാറും. ഓക്കെ, അപ്പോ മഗ്നീഷ്യം ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് Mg2+ അയോണായി മാറുന്ന ഈ സമവാക്യമാണ് ആനോഡിലെ പ്രവർത്തനം അല്ലെങ്കിൽ ഓക്സീകരണത്തിന്റെ സമവാക്യം. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവണേ. നിങ്ങൾക്ക് സോഡിയം ക്ലോറൈഡും ജലവും നൽകിയിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? സോഡിയം ക്ലോറൈഡും ജലവും. ഇത് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളെ കയ്യിൽ ഒരു കയ്യിൽ കുറച്ച് ഉപ്പും തന്നിട്ടുണ്ട്, ഒരു കയ്യിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളവും തന്നിട്ടുണ്ട്. അങ്ങനെയല്ലേ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പല്ലേ ആണ്. ഓക്കെ, നൽകിയിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ എങ്ങനെ സോഡിയവും ക്ലോറിനും ഉൽപ്പാദിപ്പിക്കും? ഒന്നാമത് ചോദ്യം കേട്ടോ. എന്തൊക്കെ വേണം? നിങ്ങൾക്ക് ഉപ്പും വെള്ളം തന്നിക്കണ്, അതിനൊന്ന് നിങ്ങൾ സോഡിയം വേർതിരിച്ചെടുക്കണം, അതേപോലെ തന്നെ ക്ലോറിനും വേർതിരിച്ചെടുക്കണം. രണ്ടാമത്തേന്നോ ഈ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡും ഉൽപ്പാദിപ്പിക്കണം. 4 കാര്യം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. എന്താകെ തന്നത്? നമുക്ക് ഉപ്പ് തന്ന്, സോഡിയം ക്ലോറൈഡ് തന്ന്, വെള്ളവും തന്ന്, എന്നിട്ട് നമ്മോട് പറയാണ് നിങ്ങൾ 4 കാര്യങ്ങൾ ഉണ്ടാക്കണം, 4 കാര്യങ്ങൾ ഞങ്ങൾക്ക് തരണം. എന്തൊക്കെ തരണം? ഞങ്ങൾക്ക് നിങ്ങൾ സോഡിയം ഉൽപ്പാദിപ്പിച്ച് തരണം, ഞങ്ങൾക്ക് ക്ലോറിൻ തരണം, ഞങ്ങൾക്ക് ഹൈഡ്രജൻ തരണം, ഞങ്ങൾക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് തരണം, എല്ലാം തരാം. വളരെ സിമ്പിൾ മക്കളെ. അതായത് നിങ്ങൾ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണം പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ആ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണം നിങ്ങൾ 2 തരത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, വെറും സോഡിയം ക്ലോറൈഡ് അല്ല, വെള്ളം ചേർക്കാത്ത സോഡിയം ക്ലോറൈഡിനെ ചൂടാക്കിയാൽ അത് ഉരുകും. സോഡിയം ക്ലോറൈഡിലേക്ക് വെള്ളം ചേർക്കാതെ സോഡിയം ക്ലോറൈഡ് ചൂടാക്കിയാൽ അത് ഉരുകും. അതായത് ഒന്ന് ഉരുകിയ സോഡിയം ക്ലോറൈഡ്. എന്താ മക്കളെ? ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണ് ഒന്ന്, ഉരുകിയ സോഡിയം ക്ലോറൈഡ്. ഓക്കെ, രണ്ടാമത്തെ എന്താ മക്കളെ? സോഡിയം ക്ലോറൈഡ് ഇന്ന് തന്ന വെള്ളല്ലേ, നമ്മളിപ്പോ വെള്ളം ഉപയോഗിച്ചിട്ടില്ലല്ലോ ആദ്യം, ആ വെള്ളത്തിലേക്ക് ഉപ്പ് സോഡിയം ക്ലോറൈഡ് ആണ് ചേർക്കുക, എന്നിട്ട് അതിൽ ലയിപ്പിക്കുക അല്ലെ. അതിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അത് സോഡിയം ക്ലോറൈഡ് ലായനിയായി. എന്താ മക്കളെ? സോഡിയം ക്ലോറൈഡ് ലായനി അല്ലെ. രണ്ടാമത്തെ സോഡിയം ക്ലോറൈഡ് ലായനി അഥവാ NaCl ലായനി. ഓക്കെ, NaCl ലായനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണവും സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ പഠിച്ചത്? ഉരുകിയ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതിൽ ആകെ Na+ അയോണുകളും Cl- അയോണുകളുമാണുള്ളത് അല്ലെ. ഇതില് പോസിറ്റീവ് ചാർജുള്ള സോഡിയം നെഗറ്റീവായ കാഥോഡിലേക്ക് പോവും. കാഥോഡ് എന്താ മക്കളെ? കാഥോഡ് നെഗറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ളവർ വിപരീത ചാർജുള്ള കാഥോഡിലേക്കാണ് പോവുക. കാഥോഡിലേക്ക് പോയി കാഥോഡിൽ നമുക്ക് സോഡിയം ലഭിക്കും. കാഥോഡിൽ സോഡിയം കിട്ടി. അതേസമയം നെഗറ്റീവ് ചാർജുള്ള ക്ലോറിൻ അവര് പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് നീങ്ങുന്നു. എതിർഭാഗം അല്ലെ, ചാർജ് ഓപ്പോസിറ്റ് എടുത്തൊക്കെ പോവുക. നെഗറ്റീവ് ചാർജ് ഉള്ളവർ പോസിറ്റീവായ ആനോഡൊക്കെ പോവുക. അങ്ങനെ ആനോഡിലാണ് നമുക്ക്
ക്ലോറിൻ വാതകം കിട്ടുക. അപ്പൊ നോക്കി നിങ്ങളോട് ആദ്യം പറഞ്ഞ സോഡിയവും ക്ലോറിനും വേണമെന്നല്ലേ, തന്നു. സോഡിയം ക്ലോറിനും കൊടുത്തു അവർക്ക്. എങ്ങനെ? അവര് തന്ന ഉപ്പ് മാത്രം ഉപയോഗിച്ചു, സോഡിയം ക്ലോറൈഡ് മാത്രം ഉപയോഗിച്ചു. വെള്ളം ഉപയോഗിച്ചോ? ഇല്ല. ആ സോഡിയം ക്ലോറൈഡ് ചൂടാക്കി ഉരുക്കിയിട്ട് അതിലൂടെ നമ്മൾ വൈദ്യുതി കടത്തി വിട്ടു. അതിലൂടെ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, അഥവാ ഒരു ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് വൈദ്യുതി കടത്തിവിടാൻ ഉപയോഗിക്കുന്ന ദണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോഡ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തരിക വെച്ചാൽ എന്താ പറയണത്? എന്താണ്? സോഡിയം ക്ലോറൈഡ് ചൂടാക്കി ഉരുക്കി അതൊരു ബീക്കറിൽ എടുത്തു. എന്നിട്ട് ആ ഉരുകിയ സോഡിയം ക്ലോറൈഡിലേക്ക് നമ്മൾ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടു. അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടപ്പോ പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡിലേക്ക് ക്ലോറിൻ വന്നു, ക്ലോറിൻ സ്വതന്ത്രമായി. ദെൻ നെഗറ്റീവ് ചാർജ് ഉള്ള കാഥോഡിലേക്ക് സോഡിയം വന്നു, അവിടെ സോഡിയം കിട്ടി. ഓക്കെ. ഇനി അവർ ചോദിച്ചത് നമുക്ക് ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെ ഉണ്ടാക്കുക? അതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലിട്ട് സോഡിയം ക്ലോറൈഡ് ലായനിയാക്കി മാറ്റിയിട്ടോ, അതിലൂടെ നിങ്ങൾ കറണ്ട് കടത്തിവിടുക. അതിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ ആനോഡിൽ സെയിമാ മക്കളെ, ആനോഡിൽ എപ്പോഴും സെയിം ആണ്. അതായത് ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണെങ്കിലും സോഡിയം ക്ലോറൈഡ് ലായനിയാണെങ്കിലും ആനോഡ് കാരേ പോവുള്ളൂ, ക്ലോറിനെ പോവുള്ളൂ. ആനോഡിൽ എപ്പോഴും ക്ലോറിനാ കിട്ടുക. എന്നാൽ സോഡിയം ക്ലോറൈഡ് ലായനിയാണെങ്കിൽ കാഥോഡിലേക്ക് സോഡിയം അല്ല പോവുക. കാരണം എന്താ അറിയോ മക്കളെ? കാഥോഡിൽ നടക്കുന്ന പ്രക്രിയ നിരോക്സീകരണമല്ലേ. ആ നിരോക്സീകരണത്തിനുള്ള കഴിവ് സോഡിയത്തെക്കാൾ കൂടുതൽ ഹൈഡ്രജനാണ്. നിരോക്സീകരണ പ്രവണത സോഡിയത്തെക്കാൾ കൂടുതൽ ആർക്കാണ്? ഹൈഡ്രജനാണ്. അതുകൊണ്ട് ഹൈഡ്രജൻ അടങ്ങിയ ജലം H2O ആണ് എവിടേക്ക് പോവുക? കാഥോഡിക്ക് പോവുക. ഈ H2O കാഥോഡിക്ക് പോയി കഴിഞ്ഞാൽ ആ കാഥോഡിൽ നിരോക്സീകരണം നടന്നാൽ നമുക്ക് കാഥോഡിൽ എന്ത് കിട്ടും മക്കളെ? കാഥോഡിൽ ഹൈഡ്രജൻ കിട്ടും. ആനോഡിൽ എന്താ കിട്ടിയത്? ആനോഡിൽ ക്ലോറിൻ തന്നെ. ആനോഡിൽ എപ്പോഴും ക്ലോറിൻ തന്നെ, മാറ്റില്ല. കാഥോഡിലാണ് മാറ്റം സംഭവിച്ചത്. ലായനിയായപ്പോ കാഥോഡിൽ ഹൈഡ്രജൻ ആണ്. എന്നാൽ ഉരുകിയതാവുമ്പോൾ പിന്നെ കാഥോഡിൽ ആരാണ്? സോഡിയമാണ്. അപ്പൊ എങ്ങനെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടുക? ഈ സോഡിയം ക്ലോറൈഡ് ലായനി ഒരു ബീക്കറിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ് ലായനി എടുത്തിട്ട് അതിനെ വൈദ്യുത വിശ്ലേഷണം നടത്തി കഴിഞ്ഞാൽ ആ പ്രക്രിയ കഴിയുമ്പോഴേക്കും, അതായത് നമുക്കിവിടെ കാഥോഡിൽ ഹൈഡ്രജൻ കിട്ടി, ആനോഡിൽ ക്ലോറിൻ കിട്ടി. ഈ രാസപ്രവർത്തനം കഴിയുമ്പോഴേക്കും ഈ സോഡിയം ക്ലോറൈഡ് ലായനി എന്തായി മാറിയിട്ടുണ്ടാവും? അവിടെ സോഡിയം ഹൈഡ്രോക്സൈഡായി മാറിയിട്ടുണ്ടാവും. ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ രാസപ്രവർത്തനം അവസാനിക്കുമ്പോഴേക്കും സോഡിയം ക്ലോറൈഡ് ലായനി സോഡിയം ഹൈഡ്രോക്സൈഡായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് മക്കളെ നമ്മൾ പഠിച്ചത് എന്താ അറിയാം? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറയണ്ടല്ലോ, അതായത് സോഡിയം ക്ലോറൈഡ് ലായനിയിലൂടെ നിങ്ങൾ കറണ്ട് കടത്തിവിട്ട് ആ രാസപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം ആ ബീക്കറിലുള്ള ലായനിയിലേക്ക് നിങ്ങൾ കുറച്ച് ഫിനോഫ്തലീൻ ചേർത്ത് നോക്കുക. എന്ത് ചേർക്കുക? കുറച്ച് ഫിനോഫ്തലീൻ ചേർക്കുക. അങ്ങനെ നിങ്ങൾ കുറച്ച് ഫിനോഫ്തലീൻ ചേർത്ത് എന്ത് സംഭവിക്കും? ഈ സോഡിയം ക്ലോറൈഡ് ലായനിക്ക് നിറമൊന്നുമില്ല. ഉപ്പ് വെള്ളത്തിന് കളർ ഉണ്ടടാ? ഇല്ല. സോഡിയം ക്ലോറൈഡ് ലായനിക്ക് നിറമൊന്നുമില്ല. ഇപ്പോ സോഡിയം ഹൈഡ്രോക്സൈഡായി മാറി, എന്നാലും അതിന് നിറമൊന്നുമില്ല. എന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇപ്പോൾ എന്താ മക്കളെ? ഇത് ആൽക്കലി സ്വഭാവമുള്ള ഇതൊരു ബേസിക് ലായനിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആൽക്കലിയിലേക്ക്, ആസിഡിന്റെ ഓപ്പോസിറ്റ് അല്ല ആൽക്കലി, ആൽക്കലിയിലേക്ക് ബേസിക സ്വഭാവമുള്ള പദാർത്ഥത്തിലേക്ക് ഫിനോഫ്തലീൻ ചേർത്താൽ, ഈ ഫിനോഫ്തലീൻ എന്ന സാധനത്തിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല കേട്ടോ, പക്ഷെ ഈ ഫിനോഫ്തലീൻ നിങ്ങൾ ചേർക്കുന്നത് ഒരു ആൽക്കലി ലായനിയിലേക്കാണ് നിങ്ങൾ ഫിനോഫ്തലീൻ ചേർക്കുന്നതെങ്കിൽ നേരെ ഈ കളറില്ലാത്ത ആളുണ്ടല്ലോ, അത് പിങ്ക് നിറായി മാറും. ശ്രദ്ധിക്കണേ, ഫിനോഫ്തലീന് നിറമില്ല, സോഡിയം ഹൈഡ്രോക്സൈഡിന് നിറമില്ല. ഈ ഫിനോഫ്തലീൻ ആൽക്കലി സ്വഭാവമുള്ള ബേസിക സ്വഭാവമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പിങ്ക് നിറായി മാറും. ഈ ഫിനോഫ്തലീൻ നിങ്ങളൊരു ആസിഡ് ഒഴിച്ചു നോക്കി, ഒരു കളർ മാറ്റം ഉണ്ടാവില്ല, ഒരു നിറമാറ്റം ഉണ്ടാവില്ല. അപ്പൊ ഫിനോഫ്തലീൻ എന്ത് തിരിച്ചറിയാനുള്ള ഒരു സൂചകമാണ് ഫിനോഫ്തലീൻ? അതൊരു ബേസിക സൂചകമാണ്. ഒരു ലായനി ബേസിക സ്വഭാവമുള്ള ലായനിക്ക് ഫിനോഫ്തലീൻ ഒഴിച്ചാൽ ആ ലായനി പിങ്ക് നിറായി മാറും. ബേസിക സ്വഭാവമല്ലാത്ത ഒരു അസിഡിക് സ്വഭാവമുള്ള ലായനിയിലേക്കോ ന്യൂട്രൽ സ്വഭാവമുള്ള ലായനിയിലേക്കോ ഫിനോഫ്തലീൻ ചേർത്താൽ അവിടെ ഒരു നിറവ്യത്യാസവും ഉണ്ടാവില്ല. അപ്പൊ ഒരു ലായനി ആൽക്കലി ആണ് അഥവാ ബേസ് ആണെന്ന് തിരിച്ചറിയാൻ ഏത് ഉപയോഗിക്കുന്നത്? ഫിനോഫ്തലീൻ ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു മക്കളെ? സോഡിയം ക്ലോറൈഡ് ലായനിയെ വൈദ്യുത വിശ്ലേഷണം ചെയ്താൽ അവസാനം നമുക്ക് അവിടെ എന്ത് കിട്ടിയിട്ടുണ്ടാകും? സോഡിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. അപ്പോൾ ഹൈഡ്രജനും സോഡിയം ഹൈഡ്രോക്സൈഡും കിട്ടാൻ നമ്മൾ സോഡിയം ക്ലോറൈഡ് ലായനിയെ വൈദ്യുത വിശ്ലേഷണം ചെയ്താൽ മതി. അഥവാ സോഡിയം ക്ലോറൈഡ് ലായനിയിലൂടെ 2 ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി കടത്തിവിട്ട് അതിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്താൽ നമുക്ക് കാഥോഡിൽ ഹൈഡ്രജനും ആ ബീക്കറിൽ സോഡിയം ഹൈഡ്രോക്സൈഡും നമുക്ക്
ലഭിക്കും. ഓക്കെ അല്ലേ? ഇതിന് അടുത്ത ചോദ്യം കേട്ടോ. Zn-ഉം കോപ്പറും സിങ്കും കോപ്പറും ഇലക്ട്രോണുകൾ ഉപയോഗിച്ച് ഒരു ഗാൽവാനിക് സെൽ നിർമ്മിച്ചിരിക്കുന്നു. ഈ ഗാൽവാനിക് സെല്ലിന്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഇലക്ട്രോഡ് ഉപയോഗിച്ചും എന്തുണ്ടാക്കാം? നമുക്ക് ഗാൽവാനിക് സെൽ ഉണ്ടാക്കാം അല്ലേ? എന്നാൽ സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗാൽവാനിക് സെല്ലിനെ മാത്രം നമ്മൾ വിളിക്കുന്ന പേരെന്താ മക്കളെ? അതിനെയാണ് നമ്മൾ ഡാനിയൽ സെൽ എന്ന് വിളിക്കുക. എന്ത് വിളിക്കുക? ഡാനിയൽ സെൽ. അപ്പൊ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്കും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗാൽവാനിക് സെല്ലിനെ മാത്രം വിളിക്കുന്ന പേരാണ് ഡാനിയൽ സെൽ. ഏത് ഇലക്ട്രോഡിലാണ് ഓക്സീകരണം ഓടുക? ആനല്ലേ ഓടുക? ഓക്സീകരണം എന്ന് പറഞ്ഞ ആനാർ എന്താ? ക്രിയാശീലം കൂടിയ ആള്. ഇവിടെ സിങ്ക് ഉണ്ട് മക്കളെ, കോപ്പർ ഉണ്ട്. ആർക്കാ മക്കളെ ക്രിയാശീലം കൂടുതൽ? സിങ്കിനല്ലേ? അപ്പൊ ക്രിയാശീലം കൂടിയ സിങ്കിനാണ് എന്ത് സംഭവിക്കുക? ഓക്സീകരണം സംഭവിക്കുക. അല്ലെങ്കിൽ ക്രിയാശീലം കൂടിയ സിങ്ക് ആണ് എന്തായി പ്രവർത്തിക്കുക എന്നും പറയാം. ക്രിയാശീലം കൂടിയ സിങ്ക് ആണ് ആനോഡായി പ്രവർത്തിക്കുക, സിങ്കിലാണ് ഓക്സീകരണം സംഭവിക്കുക. ഈ സെല്ലിൽ നടക്കുന്ന അഥവാ സിങ്കും കോപ്പറും ചേർത്ത് ഒരു സെല്ല് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സെല്ലിൽ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. എന്തിന്റെ സമവാക്യം? റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക. മക്കളെ, റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഓക്സീകരണത്തിന്റെയും റിഡക്ഷന്റെയും സമവാക്യം എഴുതിയിട്ട് അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് എഴുതിയാലാണ് എന്തുണ്ടാവുക? റിഡോക്സ് റിയാക്ഷന്റെ സമവാക്യം കിട്ടുക അല്ലെ? റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം എന്ന് പറഞ്ഞാൽ ഓക്സീകരണത്തിന്റെയും നിരോക്സീകരണത്തിന്റെയും സമവാക്യം ഒരുമിച്ച് എഴുതുക. നമ്മൾ എഴുതി നോക്കാം. അതായത് ആനോഡിലാണ് എന്ത് നടക്കുക? ഓക്സീകരണം നടക്കട്ട. അപ്പൊ ഞാന് ഓക്സീകരണത്തിന്റെ സമവാക്യം എഴുതാണ് മക്കളെ. ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ക്രിയാശീലം കൂടിയ ആൾക്കാണ് ഓക്സീകരണം സംഭവിക്കുക. അപ്പോ ഇവിടെ ക്രിയാശീലം കൂടിയ സിങ്ക് ഓക്സിജൻ ഇലക്ട്രോണ് വിട്ടുകൊടുക്കലല്ലേ? ഓക്സീകരണത്തിന്റെ സമവാക്യം എഴുതുമ്പോൾ ആ ചാർജ് ഇല്ലാതെ തുടങ്ങണം കേട്ടോ. ഓക്സീകരണത്തിന്റെ ആനോഡിലെ പ്രവർത്തനത്തിന്റെ ഓക്സീകരണത്തിന്റെ സമവാക്യം എഴുതുമ്പോൾ ചാർജ് ഇല്ലാതെ തുടങ്ങണം. എന്നിട്ട് വേഗം ആരോ മാർക്ക് ഇടുക. Zn gives. മക്കളെ, ഇവർ 2 ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക. 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ ഇവർ എന്തായി മാറും? Zn2+ ആയി മാറും. എന്തായി മാറും? Zn2+ ആയി മാറും. ഇതാണ് ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തന സമവാക്യം അല്ലെങ്കിൽ ഓക്സീകരണത്തിന്റെ സമവാക്യം. എന്നാൽ അതേസമയം ഇവിടെ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയും ചോദിക്കാം മക്കളെ, നിരോക്സീകരണ പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതടാ? ക്രിയാശീലം കുറവായിരിക്കാം കോപ്പറിന്. അപ്പൊ നിരോക്സീകരണം എന്ന ഇലക്ട്രോണിനെ നേടുകയാണ്, ഇലക്ട്രോണിനെ വാങ്ങുകയാണ്, സ്വീകരിക്കുകയാണ്. സ്വീകരിക്കുമ്പോൾ ചാർജോട് കൂടെ നമ്മൾ തുടങ്ങുക. വിട്ടുകൊടുക്കുമ്പോൾ ചാർജ് ഇല്ലാതെ തുടങ്ങിയത്, സ്വീകരിക്കുമ്പോൾ ചാർജോട് കൂടെയാണ് തുടങ്ങുക. 2+ ചാർജ് ഉള്ള ആൾക്കാർ 2 ഇലക്ട്രോണിനെ വാങ്ങും. അങ്ങനെ ചാർജ് ഇല്ലാത്ത കോപ്പർ ആറ്റമായി മാറും. ഇതാണ് ഇവിടെ നടക്കുന്ന നിരോക്സീകരണത്തിന്റെ സമവാക്യം. ഓക്കെ മക്കളെ, ഇത് രണ്ടും കൂടി ചേർത്ത് എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം കിട്ടുക. എങ്ങനെയാണത്? ആ സമവാക്യം ചേർത്ത് എഴുതി അറിയുമ്പോൾ ആദ്യം ഈ ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ, അത് വെട്ടിക്കളഞ്ഞ സങ്കല്പിക്കുക. മക്കളെ പറഞ്ഞേ, ഒന്നാമത്തെ ഓക്സീകരണത്തിന്റെ സമവാക്യത്തിൽ ആരോ മാർക്കിന് മുമ്പിൽ ഗീവ്സ് എന്നതിന് മുമ്പിൽ ആരാ വരുന്നത്? സിങ്ക്. ഞാൻ ആ സിങ്ക് ഇവിടെ എഴുതി, സിങ്ക്. ഇനി ഇവിടെ ആരോ മാർക്കിന് മുമ്പിൽ ഞാൻ ആരും ഇല്ലല്ലോ, ഇല്ല. രണ്ടാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ രാസപ്രവർത്തനത്തിൽ ആരോ മാർക്ക് മുമ്പിൽ ആരാ ബാക്കിയുള്ളത്? Cu2+ അല്ലേ? 2 ഇലക്ട്രോൺ വെട്ടിക്കളഞ്ഞില്ലേ? ആരാ ബാക്കിയുള്ളൂ? Cu2+. അപ്പൊ ഞാൻ അടുത്തത് Cu2+ എഴുതി. Cu2+ ഗീവ്സ്. ഞാൻ ആരോ മാർക്ക് ഇട്ടു കേട്ടോ. ഒന്നാമത്തതില് ആരോ മാർക്കേഷൻ Zn2+ ഇല്ലേ? രണ്ടാമത്തിൽ ആരോ മാർക്കേഷൻ Cu ഇല്ലേ? നമ്മള് ഇവിടെ ആദ്യം ചാർജ് ഇല്ലാതെ എഴുതിയോണ്ട് അവിടെ വേണേ നമുക്ക് അങ്ങനെ എഴുതാം. ചാർജ് ഇല്ലാത്ത Cu ആദ്യം എഴുതി, പ്ലസ് പിന്നെ ആരാ ഉള്ളത്? Zn2+ എഴുതി. ഇതാണ് മക്കളെ ഇവിടെ നടക്കുന്ന റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം. അപ്പോ ഇങ്ങനെ റിഡോക്സ് പ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുമ്പോൾ ഈ സിങ്ക് ഇങ്ങോട്ട് മാറി കോപ്പർ ഇങ്ങോട്ട് മാറി എന്ന് എഴുതിയോ, അല്ലെങ്കിൽ ഇവർ ഇങ്ങോട്ട് മാറി ഇവർ ഇങ്ങോട്ട് മാറിച്ചിട്ടോ തരങ്ങൾക്ക് ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടില്ല. ആരോ മാർക്കിന്റെ അപ്പുറത്തുള്ളവർ ഇങ്ങോട്ട് വരരുത്, ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോകരുത്. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു ഗാൽവാനിക് സെല്ലിൽ Cu കാഥോഡായി പ്രവർത്തിക്കുന്നു. ആരാ മക്കളെ കാഥോഡ്? ആരാണ്? Cu, കോപ്പർ ആണ് കാഥോഡ്. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഇതാണ്. ആനോഡ് ഏതാണെന്ന് പറയാം. അത് രാസപ്രവർത്തനം നമ്മൾ നോക്കി നിങ്ങള്. Al gives Al3+ 3 ഇലക്ട്രോൺ. അതിന് നമുക്ക് മനസ്സിലാവും എന്താണ്? അലുമിനിയം ആണ് ആനോഡ്. ഓക്കെ, എന്നിട്ട് ചോദ്യം, അലുമിനിയം ഇലക്ട്രോഡിനോടൊപ്പം എടുക്കേണ്ട ലവണ ലായനി ഏത്? മക്കളെ, ഒരു ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിടാ, ഒരു ലോഹത്തിന്റെ ദണ്ട്, ആ ലോഹത്തിന്റെ തന്നെ ഏതെങ്കിലും ലവണത്തിന്റെ ലായനിയിൽ മുക്കി വെക്കണം അല്ലെ? ഇപ്പൊ സിങ്ക് ആണെങ്കിൽ
സിങ്കിന്റെ തന്നെ ലായനി ആവണം. ZnSO4 സിങ്ക് സൾഫേറ്റ് ആവാം, സിങ്ക് ക്ലോറൈഡ് ആവാം, സിങ്ക് നൈട്രേറ്റ് ആവാം, ഏതോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ചോദിക്കണത് നിങ്ങൾ അലുമിനിയം ഇലക്ട്രോഡ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ അലുമിനിയത്തിന്റെ ഏത് ലായനി എടുക്കുക? നമ്മൾ എന്ത് ചോദിച്ചാലും സൾഫേറ്റ് വെച്ചാണ് പറഞ്ഞാൽ മതി. ഇപ്പൊ സിങ്ക് ചോദിച്ചാൽ സിങ്ക് എന്തിനാ മുക്കുക? സിങ്ക് സൾഫേറ്റ്. കോപ്പർ എന്തിനാ മുക്കുക? കോപ്പർ സൾഫേറ്റ്. ലെഡ് PB എന്തിനാ മുക്കുക? ലെഡ് സൾഫേറ്റ്. അങ്ങനെയാണെങ്കിൽ അയേൺ Fe അയേൺ എന്തിനു മുക്കും? അയേൺ സൾഫേറ്റ് അല്ലെ? അപ്പോ അങ്ങനെ പറയുന്നത് പോലെ തന്നെ ഇവിടെ അലുമിനിയം ചോദിച്ചാൽ അലുമിനിയം സൾഫേറ്റ് എന്ന് പറയാം. എന്ത് പറയാ? അലുമിനിയം സൾഫേറ്റ്. ഇനി അതിന്റെ രാസസൂത്രം എഴുതണോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ അറിയോ? അലുമിനിയം എന്ന് പറഞ്ഞാൽ Al ആണ്. അലുമിനിയം Al ആണ്. SO4 ആണ് സൾഫേറ്റ് അല്ലെ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. SO4ഉം CSO4 എഴുതുന്ന പോലെയല്ല. അലുമിനിയത്തിന്റെ സംയോജകത 3 SO4ന് പുറത്തു കൊണ്ടിടണം. SO4 സൾഫേറ്റിന്റെ സംയോജകത 2 ആണ്. അത് അലുമിനിയത്തിന് ചുവട്ടിലിടണം. അപ്പൊ രാസസൂത്രം എഴുതാൻ പറഞ്ഞാൽ Al2SO4 ത്രൈസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ജസ്റ്റ് അലുമിനിയം സൾഫേറ്റ് പച്ച മലയാളത്തിൽ എഴുതി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ചെമ്പിന് പകരം എന്തിനു പകരം? ചെമ്പിന് പകരം ഒരു മഗ്നീഷ്യം ഉപയോഗിച്ചാൽ ചെമ്പട ചെമ്പ് ചെമ്പട ഏതടാ ചെമ്പ്. ചെമ്പിന് പകരം ഒരു മഗ്നീഷ്യം ഉപയോഗിച്ചാൽ ഇലക്ട്രോൺ പ്രവാഹ ദിശ എന്ന് പറഞ്ഞ മക്കളെ ഇവിടെ ആരുണ്ട്? അലുമിനിയം ഉണ്ട്, ചെമ്പ് അഥവാ കോപ്പർ ഉണ്ട് അല്ലെ? നമ്മുടെ ആദ്യം ചോദ്യത്തിൽ തന്നത് അലുമിനിയവും അതേപോലെ തന്നെ ചെമ്പ് കോപ്പറും ഉപയോഗിച്ച് സെല്ല് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ കേട്ടോ. എന്നാൽ ഇപ്പൊ പറഞ്ഞ എന്താ പറയുക? ചെമ്പിന് പകരം മഗ്നീഷ്യം ഉപയോഗിക്കാം. അലുമിനിയം അങ്ങനെ തന്നെ, ചെമ്പിന് പകരം കോപ്പറിന് പകരം ആര്? മഗ്നീഷ്യം. ആയിക്കോട്ടെ, അങ്ങനെ ചെമ്പിന് പകരം മഗ്നീഷ്യം ഉപയോഗിച്ചാൽ ഇലക്ട്രോൺ പ്രവാഹത്തിന്റെ ദിശ മക്കളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ പ്രവാഹ ദിശ എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കായിരിക്കും. അതെന്താ സർ അങ്ങനെ? അതെന്താ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആനോഡിലല്ലേ ഓക്സീകരണം നടക്കുക? മീൻസ് ക്രിയാശീലം കൂടിയ ആനോഡല്ലേ ഇലക്ട്രോണ് വിട്ടുകൊടുക്കുക. വിട്ടുകൊടുത്തോടുത്തുന്നല്ലടാ അപ്പുറത്തേക്ക് പോവുക. ആനോഡാണ് ഇലക്ട്രോണ് വിട്ടുകൊടുക്കുക. അപ്പൊ ആനോഡിൽ നിന്ന് ഇലക്ട്രോണുകള് നമ്മളെ ചെമ്പ് കമ്പിയിലൂടെ ഗാൽവനോമീറ്ററിലൂടെ അപ്പുറത്തേക്ക് പോവും അല്ലെ? ആനോഡിൽ നിന്ന് കാഥോഡിക്ക് എപ്പോഴും ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ, പ്രവാഹം സംഭവിക്കുള്ളൂ കേട്ടോ. അപ്പൊ ആനോഡ് ആരാ? ക്രിയാശീലം കൂടുതൽ. കാഥോഡ് ആരാ? ക്രിയാശീലം കുറവ്. മക്കളെ അലുമിനിയം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്. ആർക്കാണ് ക്രിയാശീലം കൂടുതൽ? മഗ്നീഷ്യത്തിനല്ലേ ക്രിയാശീലം കൂടുതൽ. അപ്പൊ ക്രിയാശീലം കൂടിയ മഗ്നീഷ്യം ആയിരിക്കൂലേ അപ്പൊ ഇവിടെ ആനോഡ്. അതിനേക്കാൾ ക്രിയാശീലം കുറവുള്ള അലുമിനിയം ആയിരിക്കൂലേ ഇപ്പൊ കാഥോഡ്. അപ്പോ അലുമിനിയവും മഗ്നീഷ്യം ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഗാൽവാനിക് സെല്ല് നിർമ്മിച്ചാൽ ആനോഡായ മഗ്നീഷ്യത്തിൽ നിന്ന് കാഥോഡായ അലുമിനിയത്തിലേക്കായിരിക്കും ഇലക്ട്രോണുകളുടെ പ്രവാഹ ദിശ. എന്നാൽ നമുക്ക് ആദ്യം തന്നത് അലുമിനിയവും കോപ്പറും ഉപയോഗിച്ച് ഒരു സെല്ല് ഉണ്ടാക്കണല്ലോ ആദ്യം പറഞ്ഞത്. അങ്ങനെ ആയിരുന്നെങ്കിലോ അവിടെ കുട്ടികളെ അലുമിനിയത്തിനാണ് ക്രിയാശീലം കൂടുതൽ, കോപ്പറിന് ക്രിയാശീലം കുറവാണ്. അപ്പൊ ക്രിയാശീലം കൂടിയ അലുമിനിയത്തിൽ നിന്ന് ക്രിയാശീലം കുറഞ്ഞ കോപ്പറിലേക്കായിരിക്കും അപ്പോൾ ഇലക്ട്രോൺ പ്രവാഹ ദിശ. നമ്മൾ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ചോദിച്ചതാണ് ചെമ്പിന് പകരം നിങ്ങൾ മഗ്നീഷ്യം ഉപയോഗിച്ചാൽ. അപ്പൊ അലുമിനിയം മഗ്നീഷ്യം ആവുമ്പോൾ എവിടുന്ന് എവിടേക്കാണ് ഇലക്ട്രോൺ പ്രവാഹ ദിശ? മഗ്നീഷ്യത്തിൽ നിന്ന് അലുമിനിയത്തിലേക്കാണ്. ദെൻ കോപ്പർ അഥവാ ചെമ്പ്, അലുമിനിയം, മഗ്നീഷ്യം എന്നിവയെ അവയുടെ ക്രിയാശീലത്തിന്റെ അവരോഹണ ക്രമങ്ങളെ അവരോഹണ ക്രമം. അവരോഹണ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ ആരോഹണം എന്ന് പറയാനാണ് കയറി 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 പോവാ. പർവ്വതാരോഹകർ കേട്ടില്ലേ? പർവ്വതത്തിന് മുകളിൽ കയറുന്ന ആൾക്കാർ ആരോഹണമാണ്. അവിടുന്ന് ഇറങ്ങുന്നതാണ് അവരോഹണം. അപ്പൊ അവരോഹണം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരുന്ന ക്രമമാണ്. ഞാൻ അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. അവരോഹണം എന്ന് പറഞ്ഞാൽ എന്താടാ? കുറഞ്ഞു വരുന്ന ക്രമം. അപ്പോ ഈ 3 ലോഹങ്ങൾ തന്നിട്ട് അവയുടെ ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതാൻ പറഞ്ഞത്. അപ്പൊ ക്രിയാശീലം ഏറ്റവും കൂടിയത് മക്കളെ മഗ്നീഷ്യം. ഏറ്റവും കൂടിയത് എഴുതിയാലല്ലേ കുറഞ്ഞേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ കുറഞ്ഞു വരുന്ന ക്രമം എഴുതാൻ പറഞ്ഞ ചില ആൾക്കാർ ഭയങ്കര ആവേശത്തിലാണ് പോയിട്ട് കുറഞ്ഞു വരുന്ന ക്രമം പിടിച്ചോ, ആദ്യം ഏറ്റവും കുറഞ്ഞത്. ആദ്യം ഏറ്റവും കുറഞ്ഞതായ പിന്നെ കൂടിയല്ല പോവുക. അപ്പോ കുറഞ്ഞു വരുന്ന ക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം ഏറ്റവും കൂടിയത്. ഏറ്റവും കൂടിയതിന് നേരെയാണ് നമ്മൾ ഈ ചിഹ്നം ഇങ്ങനെ വായ തുറന്നിങ്ങനെ ഇട്ടാ, വലുതിന് നേരെയാണ് ഇതിങ്ങനെ വായ തുറന്ന് നിൽക്കുക. മഗ്നീഷ്യം കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനം ക്രിയാശീലനേക്കാൾ കുറവാണ് അലുമിനിയം. അതിനേക്കാൾ ക്രിയാശീലം കുറവാണ് കോപ്പർ, Cu, ചെമ്പ്. ഇങ്ങനെയാണ് എഴുതേണ്ടത് അവരോഹണ ക്രമം കേട്ടോ. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിലാണ് എഴുതേണ്ടത് എന്ന് മനസ്സിലാക്കുക. ദെൻ നമ്മുടെ അടുത്ത ചോദ്യം, ഒരു ഗാൽവാനിക് സെല്ലിൽ സിങ്ക് ദണ്ട് സിങ്ക് സൾഫേറ്റ് ലായനിയിലും സിൽവർ ദണ്ട് സിൽവർ നൈട്രേറ്റ് ലായനിയിലും മുക്കി വെച്ചിരിക്കുന്നു. അപ്പോഴല്ലേ അത് ശരിയല്ലേ? കാരണം സിങ്ക് ദണ്ട് സിങ്കിന്റെ തന്നെ ഏതെങ്കിലും ലായനിയിൽ മുക്കിയാലേ സിങ്ക് ഇലക്ട്രോൺ ആവുള്ളൂ. സിൽവർ ദണ്ട് അഥവാ Ag ദണ്ട്
സിൽവറിന്റെ തന്നെ ഏതെങ്കിലും ലായനി മുക്കിയാലേ അത് സിൽവർ ഇലക്ട്രോഡ് ആവുള്ളൂ. അപ്പോൾ സംഗതി ഇവർ പറഞ്ഞ എന്താ, അവിടെ 2 ഇലക്ട്രോഡ് ഉണ്ട്, ഒന്ന് സിങ്ക് ഇലക്ട്രോഡാണ്, ഒന്ന് സിൽവർ ഇലക്ട്രോഡാണ്. ആയിക്കോട്ടെ, ഇവിടെ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതെന്ന് തിരിച്ചറിയുക. മക്കളെ ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഓട ആന, ക്രിയാശീലം കൂടിയ ആളായിരിക്കും ഓക്സീകരണം. സിങ്ക് സിൽവർ നോക്കിയാൽ, സിൽവർ എന്ന് പറഞ്ഞാൽ തന്നെ ക്രിയാശീല ശ്രേണിയിലെ ഏറ്റവും താഴത്തിന് തൊട്ട് മുകൾക്കുള്ള ആളാണ്, 2ാം സ്ഥാനത്തുള്ള ആളാണ് അല്ലെ, ലാസ്റ്റിന് 2ാം സ്ഥാനം കേട്ടോ. അപ്പോ സിൽവർ ആണ് ക്രിയാശീലം കുറഞ്ഞ ആള്, സിങ്കിനാണ് ക്രിയാശീലം കൂടുതൽ. അപ്പൊ ക്രിയാശീലം കൂടിയ സിങ്കിലാണ് മക്കളെ എന്ത് നടക്കുക, ഓക്സീകരണം. അല്ലെങ്കിൽ ചോദിക്കും ഇവിടെ ആനോഡ് ഏതാന്ന് ചോദിച്ചാലും അങ്ങനെ തന്നെ അല്ലേ, ആനോഡ് ഏതാന്ന് ചോദിച്ചാലും ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ഏതാന്ന് ചോദിച്ചാലും രണ്ടും ഇവിടെ ആരാ മക്കളെ, സിങ്ക് ആണ്, ക്രിയാശീലം കൂടിയ ആളാണ്. ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ഒരു ഗാൽവാനിക് സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഓക്സീകരണവും നിരോക്സീകരണം അഥവാ റിഡോക്സ് പ്രവർത്തനം നടന്നിട്ട്, റിഡോക്സ് പ്രവർത്തനം എന്ന രാസപ്രവർത്തനം അവിടെ നടന്നിട്ട് അതിന്റെ ഫലമായി വൈദ്യുതി ഉണ്ടാക്കി വൈദ്യുതി ഇങ്ങോട്ട് തരികയാണ് അവര് അല്ലെ. അപ്പൊ ഒരു ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, രാസോർജത്തെ എന്തിനാണ് മാറ്റണത്, രാസോർജത്തെ ഇവരെന്താക്കി മാറ്റുകയാണ്, രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുകയാണ് അല്ലെ. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന സെല്ലുകളാണ് ഗാൽവാനിക് സെല്ലുകൾ. ഓക്കെ അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വൈദ്യുത രാസ സെല്ലുകളെ 2ആയി തിരിച്ചു. ചാപ്റ്റർ തുടക്കം പഠിച്ച അങ്ങനെ അല്ലേ, വൈദ്യുത രാസ സെല്ലുകളെ 2ആയി തിരിച്ചു. ഏതൊക്കെയാണ്? 1 ഗാൽവാനിക് സെല്ലുകൾ, 2 വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ അല്ലെ, ഇലക്ട്രോളിറ്റിക് സെല്ലുകൾ, വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. ഇത് 2ആയി തിരിച്ച് എന്തിനാ അടിസ്ഥാനത്തിൽ മക്കളെ, അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2ആയി തിരിച്ചത്. എന്ന് പറഞ്ഞാൽ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താ, രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുക എന്നുള്ളതാണ്. അവിടെ രാസപ്രവർത്തനം നടന്നിട്ട് വൈദ്യുതി ഇങ്ങോട്ട് തരും അല്ലെ. എന്നാൽ നേരെ തിരിച്ച് അടുത്തത് വൈദ്യുത വിശ്ലേഷണ സെല്ലാണെങ്കിലോ, നമ്മൾ വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുകയാണ് അല്ലെ, വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വൈദ്യുതി അങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ രാസപ്രവർത്തനം നടക്കുകയാണ്. വൈദ്യുതി അങ്ങോട്ട് കൊടുത്തിട്ട് അപ്പൊ അവിടെ നേരെ തിരിച്ചാണ്. അത് ഇങ്ങോട്ടൊരു വൈദ്യുത വിശ്ലേഷണ സെല്ലിലെ ഊർജ്ജമാറ്റം ചോദിക്കുന്നത് നേരെ തിരിച്ചു പറയാം. എങ്ങനെ? വൈദ്യുതോർജത്തെ രാസോർജാക്കി മാറ്റുന്നു. ഗാൽവാനിക് സെല്ല് ചോദിച്ചാൽ രാസോർജത്തെ വൈദ്യുതോർജാക്കി മാറ്റുന്നു. മറക്കരുത്, മാറിപ്പോരുത് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? മക്കളെ ഓൾറെഡി പറഞ്ഞെടുത്തണം അല്ലെ. അതായത് ഗാൽവാനിക് സെല്ലിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? വൈദ്യുത വിശ്ലേഷണ സെല്ല്. ഗാൽവാനിക് സെല്ലിൽ രാസപ്രവർത്തനം നടന്ന് വൈദ്യുതി ഉണ്ടാവുകയാണ്, വൈദ്യുതോർജ്ജമായി മാറുകയാണ്. എന്നാൽ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിലേക്ക് നമ്മൾ വൈദ്യുതി അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ എന്ത് നടക്കുകയാണ്? രാസപ്രവർത്തനം നടന്നിട്ട് നമുക്ക് ആനോഡിലും കാഥോഡിലും ആവശ്യമായ ഉൽപ്പന്നം കിട്ടും അല്ലെ. എന്ന് പറഞ്ഞാൽ ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുകയാണ്. ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ ഓക്സീകരണം നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണ്? മക്കളെ വൈദ്യുത വിശ്ലേഷണ സെല്ലാണ് ചോദിച്ചത് അല്ലെ. ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ല് നമുക്കറിയാം. ഒരു വൈദ്യുത വിശ്ലേഷണ സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ബീക്കർ അല്ലെ. നമ്മൾ ഗാൽവാനിക് സെല്ലാണ് 2 ബീക്കർ ഉണ്ടല്ലോ മക്കളെ. വൈദ്യുത വിശ്ലേഷണം ഒരു ബീക്കറാണ്. ആ ബീക്കറിൽ നമ്മൾ എന്തിലേക്കാണോ കറണ്ട് കടത്തി വിടേണ്ടത് ആ ഇലക്ട്രോലൈറ്റ് നമ്മൾ എടുത്തു അല്ലെ, ആ ഇലക്ട്രോഡ് നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കറണ്ട് കടത്തിവിടാൻ ഉപയോഗിക്കുന്ന ഈ ലോഹത്തിന്റെ ദണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇവിടെ നമ്മൾ ഇലക്ട്രോഡ് എന്ന് വിളിക്കാറുള്ളത് അല്ലെ. ബാറ്ററിയുടെ പോസിറ്റീവ് വലിയ വരയുമായി കണക്ട് ചെയ്യുന്നത് ആനോഡും ബാറ്ററിയുടെ നെഗറ്റീവ് ചെറിയ വരയുമായി ബന്ധിപ്പിക്കുന്നത് കാഥോഡുമാണ്. അവിടുത്തെ ചോദ്യം മക്കളെ, ഒരു വൈദ്യുത വിശ്ലേഷണത്തിൽ ഓക്സീകരണം നടക്കുന്നത് ആനോഡിലാണ്. എവിടെയാ ഓക്സീകരണം നടക്കുക? ആനോഡിൽ. ആനോഡ് എന്താ? പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആന ശക്തി കൂടുതൽ കൂടുമ്പോഴേ നമ്മൾ പോസിറ്റീവ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കട്ടാ. ആനോഡിലാണ് ഓക്സീകരണം നടക്കുക, കാഥോഡിലാണ് നിരോക്സീകരണം നടക്കുക. ദെൻ നൽകിയിട്ടുള്ള ചിത്രം വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അത് നോക്കി, ഈ ചിത്രത്തില് സിങ്ക് ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. ഈ ചിത്രത്തിൽ കോപ്പർ ദണ്ട് ZnSO4 ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ചോദ്യം, ഇവിടെ രാസമാറ്റം നടക്കുന്നത് ഏത് ബീക്കറിലാണ്? രാസമാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ലോഹത്തിന്റെ ദണ്ട് അതിനേക്കാൾ ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന്റെ ലായനിയിൽ മുക്കി വെച്ചാലാണ് അവിടെ രാസപ്രവർത്തനം അഥവാ ആദേശ രാസപ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആദേശം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടേ ഇല്ല. രാസമാറ്റം എന്ന് പറയുന്നത് അത് ആദേശ രാസപ്രവർത്തനമാണ്. അപ്പൊ ക്രിയാശീലം കൂടി അവിടെ 1 എന്ന ബീക്കർ ഉണ്ട്, 2 എന്ന ബീക്കർ ഉണ്ട്. ക്രിയാശീലം കൂടുതലുള്ളത്
ഇവിടെ നോക്കി സിങ്ക് മുക്കി വെച്ചത് കോപ്പർ, ക്രിയാശീലം കൂടുതൽ സിങ്കിനല്ല മക്കളെ. അപ്പൊ സിങ്ക് കോപ്പറിലും അതിനേക്കാൾ ക്രിയാശീലം കുറഞ്ഞ കോപ്പറിൽ മുക്കി വെച്ചാൽ എന്ത് നടക്കും? ആദേശ രാസപ്രവർത്തനം നടക്കും, രാസമാറ്റം സംഭവിക്കും. എന്നാൽ നോക്കി നിങ്ങൾ കോപ്പർ ഉണ്ടല്ലോ, കോപ്പർ അതിനേക്കാൾ ക്രിയാശീലം കൂടിയ സിങ്കിൽ മുക്കി വെച്ചാൽ ഒരിക്കലും ഇത് നടക്കൂല, ആദേശ രാസപ്രവർത്തനം നടക്കൂല. കാരണം ആദേശ രാസപ്രവർത്തനം നടക്കാനുള്ള കണ്ടീഷൻ തന്നെ എന്താണ്? ഈ ക്രിയാശീലം കൂടിയ ലോഹത്തിന്റെ ദണ്ട് ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന്റെ ലായനിയിൽ മുക്കി വെക്കണം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ബീക്കറിലേ എന്ത് നടക്കുള്ളൂ? ആദേശ രാസപ്രവർത്തനം നടക്കുള്ളൂ, അഥവാ രാസമാറ്റം നടക്കുള്ളൂ. കാരണം എഴുതുക. കാരണം നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് ഒന്നാമത്തെ ബീക്കറിൽ ആദേശ രാസപ്രവർത്തനം നടക്കുന്നു? കാരണം ക്രിയാശീലം കൂടിയ ലോഹത്തെ ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന്റെ ലായനിയിൽ മുക്കി വെച്ചാൽ ആ ലായനിയിൽ നിന്നും ആ ലോഹത്തെ ഈ ക്രിയാശീലം കൂടിയ ലോഹം ആദേശം ചെയ്യും. എന്തുകൊണ്ട് ബീക്കർ 2 ഈ രാസമാറ്റം അല്ലെങ്കിൽ ആദേശരാസം നടക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ക്രിയാശീലം കുറഞ്ഞ ലോഹത്തിന് അതിനേക്കാൾ ക്രിയാശീലം കൂടിയ ലോഹത്തെ ആദേശം ചെയ്യാൻ, ലായനിയിൽ നിന്നും ആദേശം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയണം കേട്ടോ. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇവിടെ നടക്കുന്ന ആദേശ രാസപ്രവർത്തനം മക്കളെ, ഇവിടെ നടക്കുന്ന ആദേശ രാസപ്രവർത്തനം. അപ്പൊ ഇവിടെ ബീക്കർ 2 ഒരിക്കലും ആദേശ രാസപ്രവർത്തനം നടക്കുന്നില്ല. ബീക്കർ 1 നമ്മൾ സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചാൽ മാത്രമേ ആദേശ രാസപ്രവർത്തനം നടക്കുള്ളൂ. അപ്പൊ ആദേശ രാസപ്രവർത്തന സമവാക്യം എഴുതുക വളരെ സിമ്പിൾ അല്ലേ. എന്താ നമ്മൾ മുക്കി വെച്ചത്? Zn പ്ലസ് എന്തിലാ മുക്കി വെച്ചത്? കോപ്പർ സൾഫേറ്റ് ലായനി, CSO4 ലായനിയിൽ. ആദേശം എന്ന് പറയുമ്പോൾ അയാളെ സ്ഥാനത്ത് നിന്ന് മാറ്റണം അല്ലെ. കോപ്പർ സൾഫേറ്റ് ലായനിൽ നിന്ന് കോപ്പർ ഇങ്ങോട്ട് വരും, ഇത് സിങ്ക് ആ സ്ഥാനത്തേക്ക് പോകണം. അപ്പൊ എങ്ങനെ മക്കളെ? ഈ കോപ്പർ ഇങ്ങോട്ട് വന്ന് കോപ്പർ ഒറ്റക്കായില്ലേ, Cu പ്ലസ് ഈ Cuന്റെ സ്ഥാനത്തേക്ക് ഇപ്പൊ ആര് പോയടാ? അങ്ങോട്ട് സിങ്ക് പോയി, ZnSO4. ഇതാണ് ഇവിടെ നടക്കുന്ന ആദേശ രാസപ്രവർത്തനത്തിന്റെ സമവാക്യം കേട്ടോ. Zn പ്ലസ് CSO4. അപ്പോ Cu Zന്റെ സ്ഥാനത്തേക്ക് വന്നു അല്ലെ, Cu Zന്റെ സ്ഥാനത്തേക്ക് വന്നു, Cuന്റെ സ്ഥാനത്തേക്ക് ആര് പോയി? Zn പോയി. ഇതാണ് ഇവിടെ നടക്കുന്ന ആദേശ രാസപ്രവർത്തനം, ഈ രാസപ്രവർത്തന രാസസമവാക്യം എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു 8 ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റുകളുമാണ് ഈ ചാനലിൽ ഇനിയും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.